ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ കുറേ ആയൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ എപ്പോഴും ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷേ എന്നോട് മറന്നുമല്ല ലൈക്ക് അത്രയും അങ്ങോട്ട് എഫേർട്ട് ഇടാൻ എന്നെക്കൊണ്ട് പറ്റാത്ത പോലെ അല്ലേ. ഞാൻ എഫേർട്ട് ഇട്ടാൽ റെഡി ആവില്ല എന്നോ എന്തൊക്കെയോ തോന്നിയിട്ട് അങ്ങനെ പറ്റാണ്ടായി പോകുന്നതാണ്. സോ ഇൻഷാല്ലാ നമുക്കിനി ഇടാൻ നോക്കാം. സോ അപ്പോൾ ഇത്രയുള്ള എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ പറയുക, പിന്നെന്താ ചാനൽ തുടങ്ങുമ്പോൾ എന്താ പറയല്, കൺഫ്യൂഷനായി. അപ്പോൾ അത്രയല്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇൻസ്റ്റഗ്രാമിൽ ഡൈക്കറ്റ് സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പേജ് എനിക്ക് കുറച്ച് ഐറ്റംസ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഐറ്റംസ് ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്ത് അയച്ചു കൊടുത്തത്, പക്ഷേ അത് ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. 3 ബോക്സ് വന്നിട്ടുണ്ട്. സോ ഈ ഡൈക്കറ്റ് സ്മാർട്ട്സ് അറിയാത്തവരായിട്ട് കുറച്ച് ആൾക്കാരേ ഉണ്ടാവുള്ളൂ. അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ വേഗം പോയി സെർച്ച് ചെയ്തിട്ട് ഓരോ പേജ് ഒന്ന് നോക്കിയോ. നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനങ്ങളും വാങ്ങാൻ എടുക്കില്ല. അത്രക്കും അടിപൊളി പിൻട്രസ്റ്റി സാധനങ്ങളാണ്. അത് നല്ല അഫോർഡബിൾ റേറ്റിലാണ്. അവർ നമുക്ക് 3 ബോക്സ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഞാൻ ആദ്യമേ ഡിസ്ക്ലൈമറായിട്ട് പറയുകയാണ്, എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഭയങ്കര ഇഷ്ടം. എന്നെ അറിയുന്നവർക്ക് അറിയുണ്ടാവും, കാരണം കുറേ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണോ ആ ബോക്സിൽ നിന്ന് ഞാൻ കാണുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ എക്സ്പ്രഷൻ, അത് നല്ല പല്ലുവേദന അതിങ്ങനെ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന എക്സ്പ്രഷൻസാണ്. അപ്പോൾ കൂടുകയോ കുറയോ ഒന്നും എനിക്കറിയില്ല. സോ നമുക്ക് എന്തായാലും അത് അൺബോക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഐറ്റംസാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു വലിയ ബോക്സ് അൺബോക്സ് ചെയ്യാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സോ ഈ ഒരു ബോക്സ് ഫുൾ ഓഫ് ഇങ്ങനത്തെ ഐറ്റംസാണ്. ഇതിൽ ഞാൻ ലിസ്റ്റിലില്ലാത്ത കുറച്ച് ഐറ്റംസും കൂടെ ഒരു നോക്കിയിട്ട് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല, ജസ്റ്റ് നോക്കി നോക്കാം. ഇത് ഒരു ഫാനാണ്. ഇത് കുറച്ച് നമുക്ക് മനസ്സിലായി. ഫാൻ ഇംഗ്ലീഷൊന്നും നടക്കൂല. ഇതൊരു ഫാനാണ്. എനിക്ക് നല്ല പല്ലുവേദന ഉണ്ട്, അതുകൊണ്ട് സംസാരിക്കുമ്പോൾ പല്ല് വേദന ആവുന്നുണ്ട്. പല്ല് പുളിപ്പും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. സോ ഫസ്റ്റ് വൺ ഇതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കണ്ട ഒരു റെട്രോ വൈബുള്ള സാധനമാണ്. സോ എനിക്ക് സംസാരിക്കാനെടുക്ക് നല്ലോണം സോ കയറി വരും. എവിടുന്ന് കിട്ടിയതാണെന്ന് അറിയില്ല. ഫസ്റ്റ് വൺ ഇതാണ്. നമുക്ക് ബാക്കോട്ട് മാറ്റിക്കാൻ കുറച്ച് അധികം ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ചാർജിങ് പ്ലഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് ഈ ഒരു ജേണൽ ബുക്കാണ്. ഇതിൻ്റെയൊക്കെ പ്രൈസ് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്യണം ഗൈസ്. വെറും 159 നമുക്ക് ഇത്രയും കട്ടിയുള്ള ഒരു ബുക്ക് വരുന്നത്. ഇതൊരു സ്ക്വയർ പ്രിൻറ്റിൽ വന്നിട്ടുള്ള ബുക്കാണ്. സ്ക്വയർ പ്രിൻ്റോ, ഇതിനെന്തോ പേരില്ലേ? സോ അടുത്തത് ഈ ഒരു സ്ക്വയർ പ്രിൻ്റല്ല, ഗ്രിഡ് ജേർണലിംഗ് ആണ്. ഇത് ഞാൻ കുറച്ചായി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കട്ട് ചെയ്യും. ഇതാണ് ബുക്ക്. ഞാൻ വിചാരിക്കും ഇവർക്ക് കൊച്ചിയിൽ സ്റ്റോറുണ്ട്. കറക്റ്റ് ലൊക്കേഷൻ എനിക്കറിയില്ല. ഞാൻ എന്തായാലും കൊച്ചി പോകുമ്പോൾ അവിടെ പോയുള്ള അവസ്ഥ ഞാൻ ആലോചിക്കുക. കാരണം അത്രയും എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമുള്ളവർക്ക് എന്തായാലും നിങ്ങൾ സ്റ്റോർ വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേർത്തായിരിക്കും. അതല്ല ഓൺലൈനിലോ എൻ്റെ സൈറ്റിലും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാൻ ഒരു 2 മണിക്കൂറൊക്കെ ഇരുന്ന് സെർച്ച് ചെയ്തതിന് ശേഷമാണ് എനിക്ക്
സാധനങ്ങൾ കുറച്ചെങ്കിലും കിട്ടിയത്. കാരണം നമുക്കിങ്ങനെ കൺഫ്യൂസ്ഡ് ആവും, ഇതെടുക്കണോ അങ്ങനത്തെ നല്ല കൺഫ്യൂസ്ഡ് ആവും. ഇതിനൊക്കെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനത്തെ ഇഷ്ടമുള്ള ഗേൾസാണ് കേട്ടോ. ഇത് കൊടുത്താൽ എന്തായാലും ഇഷ്ടമാവും. അല്ല ഇനി കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്ക് പറ്റിയ ഐറ്റംസ് ഉണ്ട്, ഇനി വലിയവർക്കാണെങ്കിൽ വലിയവർക്ക് ജേർണലിങ്ങിന് പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അത്രയേ ഉള്ളൂ. എൻ്റെ ഇതാണ് സെക്കൻഡ് പ്രൊഡക്റ്റ്. ഇത് ഹൈലൈറ്റേഴ്സാണ്. ഇതിലിങ്ങനെ 5 ഹൈലൈറ്റേഴ്സ് വരുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ? ചൂടെടുക്കണ്ടേ, നല്ലോണം വേർക്കുണ്ട്. കൈ കണ്ടോ, നല്ല ചൂടുണ്ട്. പിന്നെ ഈ ഒരു ക്യൂട്ട് പൗച്ച്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൽ നമുക്ക് മേക്കപ്പ് പ്രൊഡക്ട്സോ ജേർണലിങ്ങിൻ്റെ ഐറ്റംസോ പെന്നോ പെൻസിലോ എന്താ വെച്ചായിട്ടേക്കാം. നല്ല ഭംഗിയുണ്ട്, സൂപ്പർ. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു പെൻ ഹോൾഡറാണ്. ഇത് പെന്ന് വേണം എന്നില്ല, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം. ഇതിനൊക്കെ 199 മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തൊക്കെ, കാണാൻ തന്നെ എന്തൊരു ക്യൂട്ടാണ്. ഇപ്പോൾ പെന്ന് മാത്രമല്ല, നമുക്ക് മേക്കപ്പ് ഐറ്റംസോ മേക്കപ്പ് ബ്രഷോ എന്ത് വേണമെങ്കിലും ഇതിൽ ഇട്ടേക്കാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ കുറച്ച് ക്യൂട്ട് ജേർണലിംഗ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഞാൻ എക്സ്പ്രഷൻസ് നിങ്ങളുടെ അടുത്ത് വാരി വിതറാണ്ട് നിൽക്കുകയാണ് കേട്ടോ. പേപ്പർ കട്ടർ നല്ല ഭംഗിയുണ്ട്. എന്താ ഇത് ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സാണ്. ബാക്കിലുണ്ടോ? ഇതൊക്കെ ഞാനിങ്ങനെ യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്യൂട്ട് സ്റ്റിക്കി നോട്ട്സാണ്. ഒരു സാധനം അറിയാലോ, ഹോട്ട് ബാഗാണ്. പീരീഡ്സ് ആവുന്നൊക്കെ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഹോട്ട് ബാഗാണ്. ഇതിൻ്റെ അടുത്ത് ഓൾറെഡി ഒന്നുണ്ട്. This is also cute. Okay. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ തന്നെയാണ് മൈക്കിൻ്റെ സൗണ്ട് എത്രത്തോളം എന്ത് ഇതിലെ വരിക അറിയില്ല. നല്ല ഇതൊക്കെ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ, ഇത് ഞാൻ പറഞ്ഞിട്ടൊന്നും ഒരയച്ചതല്ലാന്ന് തോന്നുന്നു. ഞാൻ ഇതൊന്നും സെലക്ട് ചെയ്തിട്ടില്ല അതെന്ന്, കാരണം ഞാൻ കണ്ടിട്ടില്ല. അത്രയും സാധനങ്ങൾ ഓരോ വെബ്സൈറ്റിലുണ്ട്. സത്യം പറയാലോ, ഇത്രയും അടിപൊളി പേജാണ്. നിങ്ങൾ എന്തായാലും കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതെന്തോ ഭംഗിയാ കാണാൻ, നല്ല ഭംഗിയുണ്ട്. നോക്കിക്ക്, ഇതൊരു സ്റ്റാപ്ലെയറാണ്. ഈ വീഡിയോയിൽ മൊത്തം സോ ക്യൂട്ട്, സോ നൈസ് ആയിട്ട് സംഭവങ്ങളായിരിക്കും. ഇത് പിന്നെ ഒരു സൈഡ് ബാഗാണെന്ന് തോന്നുന്നു. യെസ്, ഇതൊരു സൈഡ് ബാഗാണ് ആണെന്ന് തോന്നുന്നു. ലുക്ക് അറ്റ് ദിസ് ഗൈസ്. ഇത് ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടാൽ എത്ര ഭംഗി ഉണ്ടാവും എനിക്കറിയില്ല. ഇത് ലൈറ്റ് എത്തും. കത്തുന്നില്ലല്ലോ. ഗൈസ്, ഇതിങ്ങനെ ചെറുതായിട്ട് ലൈറ്റ് എത്തുന്ന സംഭവമാണ്. ചെറുതായിട്ട് ഇങ്ങനെ ലൈറ്റ് വരും. ആൻഡ് ദിസ് ഈസ് ഓൾസോ അഡ്ജസ്റ്റബിൾ ആൻഡ് ക്യൂട്ട്.
കൂട്ടി യൂസ് ചെയ്യണം, നല്ല ലൈറ്റ് ആയിട്ടുള്ളൂ. ഓ ഇതെന്താ ഭംഗിയാ! ഇതെങ്ങനെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ നല്ല ഭംഗിയുണ്ട്. ലൈക്ക് ഇത് ഇതിൻ്റെ അകത്ത് ഇതെങ്ങനെ ലൈക്ക് ഇങ്ങനെ അല്ല ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ആദ്യം വിചാരിച്ചു ഇത് ലൈറ്റ് വർക്കാവായിട്ടേക്കുന്നു. സോ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇതൊരു ക്യൂട്ട് ബുക്കാണ്. നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും എഴുതിക്കാം പറ്റിയൊരു ജേണലിനൊക്കെ പറ്റിയൊരു ബുക്കാണ്. ആൻഡ് ദിസ് ഇസ് ദ കവർ പിക് ആൻഡ് ബാക്ക്. ഓക്കെ, ആൻഡ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ബോക്സ് ഫിനിഷായി. എനിക്ക് തോന്നുന്നു ഇതത്ര വലിയ ഏജുള്ള കുട്ടിയൊന്നുമല്ല. എൻ്റെ പ്രായം മേ ബി എന്നെക്കാട്ടി 2 വയസ്സ് കൂടുതലായിരിക്കാം. അങ്ങനത്തെ ഒരു കുട്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. ആൻഡ് ഓൾസോ കുറേ നല്ല ഐറ്റംസ് ഉണ്ട്. ഇതൊരു പിൻട്രസ്റ്റി സൈഡ് ബാഗാണ്. സോ ഗുഡ്. ഇതിലെന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൈഡ് ബാഗാണ്. സൈഡ് ബാഗ് മീൻസ് ടോട്ട് ബാഗാണ്. സൈഡ് ബാഗ് നോക്കാം, ടോട്ട് ബാഗാണ്. ലൈറ്റിങ് കറക്റ്റ് അല്ല. ഈ മുന്നോട്ട് വരുമ്പം കറക്റ്റ് നല്ല ലൈറ്റ് ഉണ്ട്, ബട്ട് ബാക്കോട്ട് പോകുമ്പോൾ ലൈറ്റ് ഇല്ല. പിന്നെ ഞങ്ങൾ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് സ്കിൻ കെയർ ഒക്കെ. നോക്കി കുരു നോക്കി ഇവർക്കുണ്ട്. ഇവിടെ കുരു, ഇവിടെ കുരു, ഇവിടെ കുരു, ഫുള്ള് കുരും പാടുമാണ്. ക്യാമറൻ്റെ അകത്ത് ഇതൊന്നും കാണൂല. ഇതിലെങ്കിലും വൃത്തി കാണുന്നുണ്ടാവും. പിന്നെ ഞാൻ നല്ല ഫെയർ സ്കിൻ ടോൺ ഒന്നല്ല, ഒരു മീഡിയം സ്കിൻ ടോണാണ്. നോർമലി ഒരാളെ സ്കിന്നിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമോ അതല്ല, അതിൻ്റെ ഡബിൾ എനിക്ക് ഉണ്ടാവും. കാരണം എനിക്ക് PCOD ഉണ്ട്. ഫോട്ടോയിൽ നമ്മൾ നല്ല സണ്ണിൻ്റെ ഇടയിൽ പോയി നല്ല ഫോട്ടോ എടുത്താൽ ഈ സാധനങ്ങളൊന്നും കാണില്ല. അതുകൊണ്ട് സ്കിൻ കെയർ വെച്ച് ആരെങ്കിലും വരും, ഞാൻ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാൻ നോക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾക്ക് ഇങ്ങനെ ക്യൂട്ട് ജേണലൊക്കെ ചെയ്യാൻ പറ്റിയ സ്റ്റിക്കേഴ്സാണെന്ന് തോന്നുന്നു. ഒരു ബോക്സ് കവായി സ്റ്റിക്കേഴ്സ്. ഇതിനെ പറ്റിക്കാറില്ല, ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. സോ ഇത് അങ്ങനത്തെ സ്റ്റിക്കറിൻ്റെ ഒരു ബോക്സാണ്. ഇത് കാണാനാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നിയത്. നമുക്ക് നോക്കാം. കുറേ ഐറ്റംസിൻ്റെ ഒരു ഫാനാണ്. നല്ല ഭംഗിയുണ്ട് ഗൈസ്. ക്യൂട്ട്. ഞാൻ അധികം പിങ്കാണ് സെലക്ട് ചെയ്യൽ. സോ ഒരു വെറൈറ്റിക്ക് മഞ്ഞ പിടിച്ചതാണ്. മഞ്ഞയും ആവശ്യം ഉണ്ടാവല്ലോ, നല്ല കളറല്ലേ. സോ നല്ല ഭംഗിയുണ്ട്. എന്തൊക്കെ സൗണ്ട് ഇതിൻ്റെ അകത്ത് വരും. ഞാൻ ആദ്യമായിട്ടാണ് മൈക്ക് വെച്ചിട്ടൊക്കെ വീഡിയോ എടുക്കണത്. പ്രേമലൂത്ത ലൈറ്റാണ് ഗൈസ് ഇത്. ആണ് എൻ്റെ വീഡിയോയിൽ ഫുള്ള് സോ നൈസ് ഗുഡ് ഷോ നൈസ് ആണല്ലോ. ഞാൻ ഇപ്പം കരിയിൽ കണ്ണ് നിറയുന്നുണ്ട് ഗൈസ്. അതൊക്കെ ഞാൻ വാങ്ങണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചേ. എൻ്റെ ഉള്ളിലെ കുട്ടി വാങ്ങൂ വാങ്ങൂ എന്ന് പറഞ്ഞിട്ട് വാങ്ങാണ്ട് തന്ന സാധനങ്ങളാണ്. ഓഫ് ഇതിൻ്റെ ചാർജർ പ്ലഗും വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഓവറാക്കി ചാളാക്കുന്നില്ല ഞാൻ. ഇത് ടെംപ്ലറാണ്.
യാ ഇതിങ്ങനെ ഇവിടെ ഫിറ്റ് ചെയ്യണം എന്ന് തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ കീ ചെയിൻസും അങ്ങനത്തെ കുറച്ച് ഇത് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റീൽ ടെംപ്ലറാണ്. ടെംപ്ലർ കം ഫ്ലാസ്ക് ആണോ എന്നൊക്കെയൊരു ഡൗട്ട്. ആ കീ ചെയിൻ ഹാങ് ചെയ്യാനുള്ളത്. ദിസ് ഈസ് ദാറ്റ്. ആൻഡ് ഇത് സത്യം പറഞ്ഞാൽ ഇതെന്താന്ന് എനിക്കറിയില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് സ്റ്റിക്കേഴ്സ് ആണെന്ന് തോന്നുന്നു. ബട്ട് ഇങ്ങോട്ടല്ല ഞാൻ നോക്കുന്നത്. ചൈനയിൽ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ അല്ല എഴുതിയിട്ടുണ്ട്. ഇത് ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ എന്തോ സ്റ്റിക്കേഴ്സ്. എനിക്കൊന്ന് അവിടുത്തെ എന്തെങ്കിലും നല്ല കോട്ട്സ് എന്തെങ്കിലും ആയിരിക്കും. ഇതൊക്കെ തിരിച്ച് ഇതേപോലെ തിരിച്ച് ഇതേപോലെ വെക്കണം. ബിക്കോസ് ഈ മൊത്തം സാധനം ഇതെന്താ നല്ല ക്യൂട്ട് സ്റ്റിക്കേഴ്സാണ് ഇതൊക്കെ. ഇതൊക്കെ ഞാൻ വല്ല LKG പഠിക്കുമ്പോഴോ +2 വേണ്ട 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് പോയേനെ. ഇപ്പോൾ ഫീലിങ്സ് ഇല്ല എന്നല്ല, ആ ടൈമിൽ നമുക്ക് ഒന്നുകൂടെ ഇതിൻ്റെ 8ാം ക്ലാസ്സിലത്തെ 8ാം ക്ലാസ് പഠിക്കുമ്പം വീട് പണി ഓൾമോസ്റ്റ് ഫിനിഷായി. പക്ഷേ പെയിൻറ്റിങ് ഒന്നും അങ്ങനെ കഴിഞ്ഞിട്ടില്ലേനു. പക്ഷേ റൂമിൽ ഒരു ടേബിളുണ്ട്. ആ ടേബിളിൻ്റെ മേലെ നിറച്ചിങ്ങനെ 5 റുപ്യേൻ്റെ സ്റ്റിക്കേഴ്സ് അന്ന് വാങ്ങാൻ കിട്ടേനു. ഇങ്ങനെ കട്ടിയുള്ള സ്റ്റിക്കേഴ്സ്. ഇതന്നെ പോയിട്ട് വാങ്ങും 5 റുപ്യക്ക്. ഇത്രക്കൊരു ഷീറ്റിൽ മൊത്തം മറ്റേ പ്രിൻസസിൻ്റെ സ്റ്റിക്കേഴ്സ്. എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാറുണ്ടാവും ബോക്സിൽ അവിടെ 8ാം ക്ലാസ് വരെ പ്രിൻസസിൻ്റെ ബാഗ്, പ്രിൻസസിൻ്റെ ബോക്സ്. ഞാൻ മറ്റേ കാണാൻ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും പക്ഷെ അങ്ങനെ ആയിരുന്നു എൻ്റെ വിചാരം. ഹായ് കളറിംഗ് ബുക്ക്. ഇതൊക്കെ സിയക്കും മിയക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റംസാണ്. നല്ല ഭംഗിയുണ്ട്. കളറിംഗ് ബുക്സ്. വാ, ഇതിലെന്താ കളർ ചെയ്യേണ്ടത് എന്ന് ഇതിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. വേറെ എന്തൊക്കെ ഉണ്ട്. സോ ലാസ്റ്റ് ബോക്സ് ഇതാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഐറ്റംസ് വേണമെങ്കിൽ അവരുടെ വെബ്സൈറ്റ് കയറിയിട്ട് ചെക്ക് ചെയ്താൽ മതി. സ്റ്റോർ ലൊക്കേഷൻ എന്തായാലും ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയൂല. ഇത് ഞാൻ പറയണ്ടല്ലോ, ട്രാവലൊക്കെ ചെയ്യുമ്പം നമുക്ക് സ്കിൻ കെയർ, ഷാംപൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റിയ ട്രാവൽ ബോട്ടിൽ സെറ്റാണ്. ആൻഡ് ദിസ് ഈസ് എ ക്യൂട്ട് കീ ചെയിൻ. അഗെയിൻ ഞാനൊരു കീ ചെയിൻ ലവറാണ്. സോ നൈസ്. എക്സ്പ്രഷൻസ് എങ്ങനെ മാക്സിമം കുറയ്ക്കാം അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല സ്മെല്ലുണ്ട് ഇതിന്. മേ ബി ഓരോ സ്റ്റോറത്തെ സ്മെല്ലായിരിക്കും. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും സ്റ്റോറിൽ പോകണം. നോക്കി പിടിച്ചിട്ടുണ്ട്. ഇതെന്താ? ഇത് പ്ലസ് സ്റ്റാമ്പാണ്.
ഇതിന് കളർ പ്ലസ് സ്റ്റാമ്പും ചെയ്യാൻ പറ്റും നമുക്ക്. ലൈക്ക് ഇതിൻ്റെ മേലെ കണ്ടോ കുഞ്ഞി സ്റ്റാമ്പ് വരുന്നുണ്ട്. ലൈക്ക് ദിസ്. സ്റ്റാമ്പായിട്ട് യൂസ് ചെയ്യുക, കളറായിട്ട് യൂസ് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് എ ഗ്ലൂ ടാപ്പ്. ഇതൊന്നും ക്യൂട്ട്നെസ് ആയിട്ട് ഞാൻ പറയണമെന്നില്ലല്ലോ. അനദർ കീ ചെയിൻ. ആൻഡ് ഇത് നമുക്ക് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റിയ സീസേഴ്സാണ്. പിന്നെ പെൻസ്, ലൈക്ക് കുറേ. ഇതെല്ലാം ഒരു ടൈപ്പ് പെന്നാണോ? എങ്ങനെ യൂസ് ചെയ്യുക? ഇവിടെയാണ് സിസ്റ്റം വരുന്നത്. എഗെയിൻ കുറച്ച് നല്ല അടിപൊളി സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇത് മുള്ളമ്പന്നി. നല്ല അടിപൊളി സ്റ്റിക്കേഴ്സാണ്. സോ നൈസ്. ABCDEFG. ഇത് ഒരു സ്റ്റിക്കർ ബുക്കാണ്. ഇതൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ ജേർണൽ ബുക്കിലൊരു എന്തെങ്കിലുമൊക്കെ ചെയ്യും. കാൽക്കുലേറ്ററൊക്കെ ഇത്രയേ ഉള്ളൂ. സോ നൈസ് അല്ലേ? ആൻഡ് ഫൈനലി മിനി ട്രാവൽ ഷാംപൂ ബോട്ടിലാണ്. ഇവിടേക്ക് നമ്മളെ 3 ബോക്സും ഫിനിഷായി ഗായ്സ്. അപ്പോൾ അത്രയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ലാസ്റ്റ് പറയല്. ഇനി വേറെ എന്തെങ്കിലും എൻ്റേതായ സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഞാൻ എൻ്റേതായ ഐഡിയയിൽ ഇനി ഞാൻ ബൈ പറയാം. ഓക്കെ. സോ പല്ലുവേദന. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഐറ്റംസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓരോ വെബ്സൈറ്റ് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അതും അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ ഓരോ വെബ്സൈറ്റ് കയറി ചെക്ക് ചെയ്ത് നോക്കി. കുറേ നല്ല അടിപൊളി സാധനങ്ങളുണ്ട്. എൻ്റെ കൈമേലുള്ളൊന്നുമല്ല. നിങ്ങൾ ആ വെബ്സൈറ്റ് കയറി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും അടിപൊളി പിൻട്രസ്റ്റി അല്ലെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ട് കിട്ടും. ഈവൻ സ്റ്റാപ്ലെയർ ഉണ്ട്. നോർമൽ സ്റ്റാപ്ലെയറിനെക്കാട്ടും കുറച്ചൊരു വെറൈറ്റി ആയിട്ടില്ലേ, ലൈക്ക് അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ നിങ്ങൾക്ക് ഏത് ഏജ് ആണെങ്കിലും ജസ്റ്റ് ഓരോ പേജ് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. പേജല്ല, വെബ്സൈറ്റ്. ഇനി കൊച്ചിയിലുള്ളവരാണെങ്കിൽ എന്തായാലും സ്റ്റോർ വിസിറ്റ് ചെയ്യാൻ നോക്കുക. വേറെ എവിടെയെങ്കിലും ഉള്ളവരാണെങ്കിലും കൊച്ചി പോകുന്ന സമയത്ത് സ്റ്റോർ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യാൻ. നല്ല പിൻട്രസ്റ്റി സ്റ്റോറാണ്. വീഡിയോസിലോ കണ്ടിട്ടുണ്ട്. സോ ഞാൻ പോണ ടൈമിൽ എന്തായാലും അവിടെ വിസിറ്റ് ചെയ്യും. സോ അതിൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്. ബൈ. വേറൊരു വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ഇടാൻ നോക്കാം ഇൻഷാ അള്ളാ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.